അലൈനേഴ്സ് ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളെങ്കിലും അതിൻ്റെ പേരിൽ കുറേ മിത്സ് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അലൈനർ കൊണ്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് അലൈൻമെന്റ് പ്രോബ്ലംസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ പ്രോബ്ലംസ് മുതൽ കോംപ്ലക്സ് കേസസ് പോലും ട്രീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പൊന്തിയ പല്ല് താത്താൻ, വിടവുള്ള പല്ലുകൾ ക്ലോസ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഓപ്പൺ ബൈറ്റ്, ഡീപ്പ് ബൈറ്റ് കറക്ഷൻസ് ഒക്കെ അലൈനേഴ്സ് കൊണ്ട് പോസിബിൾ ആണ്. അലൈനേഴ്സിന്റെ കോസ്റ്റിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ അലൈനർ സീരീസിൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയേണ്ടവർക്ക് അത് പോയി കാണാം. ഇൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെ പല്ലിന്റെ അളവും കണ്ടീഷനും അനുസരിച്ച് കോസ്റ്റ് ഡിഫർ ചെയ്യും. EMI ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേസസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അലൈനേഴ്സ് ഒട്ടും പെയിൻഫുൾ അല്ല. പിന്നെ ടൂത്ത് മൂവ് ചെയ്യുന്നതിന്റെ ഒരു പ്രഷർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഡിജിറ്റൽ പ്രിസിഷനും പ്ലാനിങ്ങും ഉള്ളതുകൊണ്ട് അലൈനേഴ്സ് ആർ ഫാസ്റ്റർ ദൻ ബ്രേസസ്. ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റായിട്ട് അലൈനേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രേസസിനേക്കാളും വേഗം അലൈനർ ട്രീറ്റ്മെന്റ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന മിത്സ് കൂടാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യാം.